ചെറിയ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം സ്കിപ്പ് ചെയ്ത് പോക്കോ. ഇനി നിങ്ങൾ പബ്ലിക്കായിട്ട് ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഹെഡ്സെറ്റ് വെക്കുക അല്ലെങ്കിൽ വീഡിയോ മ്യൂട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു സൗണ്ട് ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കളയുക. അത്രക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ മനസ്സിൽ കെട്ടിക്കിടന്ന് നിന്നിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. കേരളത്തിൽ ഒരു സംഭവമല്ല, രണ്ട് സംഭവമല്ല, ഒരുപാട് എണ്ണം ഉണ്ട് ഇങ്ങനെ. ഇതിപ്പോൾ ഒരാളുടെ ജീവൻ പോയത് കാരണം ഇതൊരു ചർച്ചാ വിഷയമായി. ഇതെല്ലാം ഒരുപാട് കുടുംബം തകർന്ന കഥകളുണ്ട്. എനിക്ക് കാണാം എല്ലാവർക്കും ഓരോന്നോരോന്നായിട്ട് പൊങ്ങി പൊങ്ങി വരും. കഴിഞ്ഞോ? ഉണ്ടാക്കി കഴിഞ്ഞോ നിൻ്റെയൊക്കെ റീച്ച്? നിൻ്റെയൊക്കെ റീച്ച് ഉണ്ടാക്കി കഴിഞ്ഞോ? ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. പക്ഷേ ഈ കാണിക്കുന്ന കോപ്രായം ഒരിക്കലും ചൂഷണമല്ല. ഇവിടെ ആരും ചൂഷണം ചെയ്തിട്ടുമില്ല. ഈ കാണിക്കുന്ന ട്രെൻഡാണ്. ഇത് ട്രെൻഡാണ്. ആരാ ട്രെൻഡ് തുടങ്ങിയേ? ആരാ ട്രെൻഡിനെ പ്രോത്സാഹിപ്പിച്ചേ? ഒരാളുടെ ജീവൻ പോയില്ലേ? എത്രയോ ആൾക്കാരുടെ ജീവിതം നഷ്ടപ്പെട്ടേക്കുന്നു. എത്രയോ ആൾക്കാർ ഇതുപോലെ ആത്മഹത്യയുടെ തൊട്ടടുത്തെത്തിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നടക്കുന്നത് ചൂഷണമാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എൻ്റെ പൊന്ന് ചാച്ചര കേരളമേ, ഈ സോഷ്യൽ മീഡിയ കോപ്രായത്തരങ്ങൾക്ക് വേണ്ടി, സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെ ഇനിയെങ്കിലും പ്രോത്സാഹിപ്പിക്കല്ലേ. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള അവളന്മാരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നീയാണ് പെണ്ണ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുന്ന നമ്മളോട് തന്നെയാണ്. ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം തന്നെ ഒരു കമൻ്റാണ്. ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. കഴിഞ്ഞ 30 വർഷമായിട്ട് ബസ്സിൽ യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. ഞരമ്പ് രോഗികൾ സ്പർശിച്ചാൽ ഉടൻ അവരെ തറപ്പിച്ചൊരു നോട്ടം നോക്കിയാൽ മതി. ഒന്നുകിൽ ആവർത്തിക്കില്ല, അല്ലെങ്കിൽ അവർ നീങ്ങി നിൽക്കും. മാത്രമല്ല നമുക്ക് ഒഴിഞ്ഞു നിൽക്കുകയും ആവാം. ഇത് പറഞ്ഞേക്കുന്ന ഒരു ലേഡിയാണ്. ബാക്കിയും കൂടെ പറഞ്ഞു തരാം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വീഡിയോയിൽ വ്യക്തമാണ്. ആ മനുഷ്യൻ്റെ ദേഹത്തേക്ക് ഇവളാണ് ചെന്ന് കയറി കൊടുക്കുന്നത്. ഷാജൻ സാറ് പറയുന്നത് കൃത്യമാണ്. അവൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി കൂടിയാണ്. അത്രയേ ഉള്ളൂ. എടി, പൈസ ഉണ്ടാക്കണമെങ്കിൽ നീ ചെയ്യേണ്ട ജോലി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അറിയാലോ എത്തരത്തിലുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നതെന്ന്. പല ആളുകളുടെയും ഇതുപോലുള്ള സെയിം കണ്ടൻറ്റ് ചെയ്ത പല ആളുകളുടെയും ചാനലിൽ നിന്ന് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നീക്കം ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ ചോദിക്കണം എന്തുകൊണ്ട് റിമൂവ് ചെയ്തു എന്ന്. എന്തായാലും രാഹുൽ ഈശ്വറിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇതിനൊക്കെ എതിരായിട്ട് പോരാടാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിലൊത്തിരി സന്തോഷമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു അറ്റം കണ്ടിട്ടേ വരാവുള്ളൂ. സാധാരണ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് ആരും ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം ഞാനിതെൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ചെയ്തു പോകുന്നൊരു വീഡിയോ ആണ്.